Hi friends, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്, മാംഗോ ട്രഫിൾ കേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ പൊടികളൊക്കെ അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രാം അളവാണെങ്കിൽ 240 ഗ്രാം മൈദ വരും. അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മെഷർമെൻറ്റ് സ്പൂണ് 3/4 സ്പൂൺ അളവാണ് ഈ മെഷർമെൻറ്റ് സ്പൂണ്. അതുകൊണ്ട് 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ സ്പൂണാണെങ്കിൽ 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സാധാ സ്പൂൺ കൊണ്ട് 3 സ്പൂണാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. സാധാ സ്പൂൺ കൊണ്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ പാടില്ല. 3 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കേക്ക് ഒരു ഹാർഡായി പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സാധാ സ്പൂൺ കൊണ്ട് തന്നെ 2 സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്, കേക്കിന് നല്ലൊരു മണവും ഫ്ലേവറും ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കേക്ക് നന്നായി വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസ് ചേർക്കുന്നില്ല, മാംഗോ എസൻസ് മാത്രമാണ് ചേർക്കുന്നത്. 2 സ്പൂൺ മാംഗോ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കേക്കിലേക്ക് അത്യാവശ്യം മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കണം, എന്നാലാണ് നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ലോ സ്പീഡിൽ നിന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് സ്പീഡ് ഒന്നൊന്നായി കൂട്ടി വരണം. അങ്ങനെയാണ് ബീറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞ് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1.25 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1/2 കപ്പാണ് മെഷർമെൻറ്റ് കപ്പ്. ആ മെഷർമെൻറ്റ് കപ്പ് കൊണ്ട് ഒരു 3/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കുറവ് 1/2 കപ്പിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അത് കുറച്ചായി ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് പാലാണെങ്കിൽ നല്ല തണവൊക്കെ മാറിയതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അത് ലോ സ്പീഡിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പൊടികൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തുള്ളി യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കിലോൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് 3 കിലോൻ്റെ കേക്ക് ടിൻ എടുത്തിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഇത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതാണ്. അതിലേക്ക് ഞാൻ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലിഡ് വെച്ച് മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ച് നമുക്ക് 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇത് അത്യാവശ്യം വലിപ്പമുള്ള കേക്കാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങളുടെ കേക്കിന് അനുസരിച്ചായിരിക്കും ബേക്ക് ചെയ്തെടുക്കുക. ചൂടും സ്റ്റവിൻ്റെ ചൂടൊക്കെ അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ അതാ നമ്മുടെ കേക്ക് നന്നായി തണുത്തതിന് ശേഷം അത് 2 ലെയറായി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇത്. പിന്നെ ഇതിൻ്റെ ചുറ്റുവശം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഞാനിത് ബോൾ ടൈപ്പിലാണ് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിയിലത്തെ ലെയറും മുകളിലത്തെ ലെയറിൻ്റെ ചുറ്റുവശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ മാറ്റി വയ്ക്കാം. എന്നിട്ട് കട്ട് ചെയ്ത പീസുകളൊക്കെ ഈ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ വെയിറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണിത്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനൊരു 2 കപ്പ് ക്രീം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് കുറച്ച് പൈപ്പിംഗ് ബാഗിലാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിന് മുകളിലേക്കാക്കി തേച്ച് കൊടുക്കാം. അതിനുശേഷം ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാംഗോ ചോക്ലേറ്റ് ഗണാശാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ കേക്കിൻ്റെ മുകളിലും ഈ ഗണാശ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് 1 കപ്പ് ബീറ്റ് ചെയ്ത ക്രീം വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മാംഗോ എസൻസും 2-3 ഡ്രോപ്പ് യെല്ലോ കളറും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. അത് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കേക്കിന് ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്നും കൂടി വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്താലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആവുക. അപ്പോൾ രണ്ടാമത്തെ ലെയറിലും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു നൈഫ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കേക്കിൻ്റെ മുകളിലേക്ക് ക്രീമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു നൈഫ് വെച്ചിട്ട് അത് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ നന്നായി തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാംഗോ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഓർഡർ കേക്കാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് തട്ട് ഒഴിച്ചിട്ടുള്ള വെയിറ്റ് 1,700 അപ്പോൾ ഇങ്ങനെ മാംഗോ ഫ്ലേവറിൽ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. കേക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുക വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ കഴിഞ്ഞ വെജിറ്റബിൾ റോളിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. എല്ലാവരും കാണണം. അതോടൊപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.